നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ജൂൺ മാസം 8-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ അതിശക്ത മഴ തുടരും. ഒറ്റപ്പെട്ട ശക്തവും തീവ്രവുമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് 7 ജില്ലകളിൽ തീവ്രമഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ ജൂൺ മാസം 8-ാം തീയതി കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂൺ 9 മറ്റന്നാൾ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. പാചകവാതക വില വീണ്ടും കൂട്ടി. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിലയാണ് വർദ്ധിപ്പിച്ചത്. സിലിണ്ടറിന് 29 രൂപയാണ് കൂട്ടിയത്. ഇതോടെ കേരളത്തിൽ 14.2 കിലോ സിലിണ്ടറിന്റെ വില 951 രൂപ കടന്നു. ജൂണിൽ വാണിജ്യ ആവശ്യത്തിനുള്ള LPG വിലയിൽ 42 രൂപയുടെ വർധനവ് വരുത്തിയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ വൺ ഫാമിലി വൺ ഗ്യാസ് സിലിണ്ടർ നയം ജൂൺ 30 പ്രാബല്യത്തിൽ വരുന്നതോടെ ഒരു കുടുംബത്തിന് HP, ഇന്ത്യൻ, ഭാരത് ഇങ്ങനെ ഏതെങ്കിലും ഒരു അംഗീകൃത കമ്പനിയുടെ ഒരു ഗ്യാസ് കണക്ഷൻ മാത്രമേ അനുവദിക്കുകയുള്ളൂ. അനധികൃതമായി മറ്റ് സിലിണ്ടറുകൾ കൈവശം വെക്കാൻ പാടില്ലാത്തതാണ്. സിറ്റി ഗ്യാസ് പദ്ധതി വഴി പൈപ്പ് ലൈൻ ഗ്യാസ് സൗകര്യം എത്തിയ പ്രദേശങ്ങളിലുള്ളവർ നിർബന്ധമായും ആ പുതിയ കണക്ഷനിലേക്ക് മാറേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ജൂൺ 30 ശേഷം അത്തരം മേഖലകളിൽ സിലിണ്ടർ വിതരണം ഉണ്ടായിരിക്കുന്നതല്ല. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൗകര്യ വികസന വായ്പാ പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ചിരിക്കുകയാണ്. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ വരെയുള്ള വായ്പകൾ പരമാവധി 7 വർഷത്തേക്ക് 3% സബ്സിഡിയോടുകൂടി കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാകും. കൂടാതെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവറിന്റെ പരിധിയിൽ വരുന്ന 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് അധിക ഈട് നൽകേണ്ടതില്ല എന്നതും ഈ പദ്ധതിയുടെ പ്രധാന ആകർഷണമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. അത്യാധുനിക സംവിധാനങ്ങളോടെ ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയ സെമി ഹൈസ്പീഡ് ട്രെയിനുകളാണ് വന്ദേ ഭാരത് എക്സ്പ്രസുകൾ. നിരവധി പുത്തൻ ഫീച്ചറുകളുള്ള ഈ ട്രെയിനുകളിലാണ് രാജ്യത്ത് ആദ്യമായി ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം ഉൾപ്പെടുത്തിയത്. ആദ്യഘട്ടത്തിൽ കോച്ചുകളിലെ ടോയ്ലറ്റുകളിൽ പുകവലിയോ തീപിടുത്തമോ ഉണ്ടായാൽ FDSലെ സെൻസറുകൾ പ്രവർത്തിക്കുകയും ട്രെയിൻ തനിയെ നിൽക്കുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു ഇത് ക്രമീകരിച്ചിരുന്നത്. പിന്നീട് ഈ സംവിധാനം ട്രെയിനിന്റെ മുഴുവൻ കോച്ചുകളിലേക്കും വ്യാപിപ്പിച്ചു. നിലവിൽ പുതുതായി പുറത്തിറങ്ങുന്ന LHB കോച്ചുകളിലും ഈ സുരക്ഷാ സംവിധാനമുണ്ട്. എന്നാൽ ഇപ്പോഴിതാ പഴയ കോച്ചുകളിലും ഈ അത്യാധുനിക ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് റെയിൽവേ. കോച്ചുകളിലും ടോയ്ലറ്റുകളിലും റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം ഈ സിസ്റ്റം ഘടിപ്പിക്കും. ഇനി മുതൽ പുക ഉയർന്നാൽ ട്രെയിൻ തനിയെ ബ്രേക്ക് ഇട്ട് നിൽക്കും. ഇങ്ങനെയൊരു സാഹചര്യമുണ്ടായാൽ റെയിൽവേയുടെ സാങ്കേതിക വിദഗ്ധരെത്തി വണ്ടി സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ യാത്ര പുനരാരംഭിക്കാൻ കഴിയൂ. പുകവലി കാരണമാണ് വണ്ടി നിന്നത് എന്ന് തെളിഞ്ഞാൽ വണ്ടി വൈകുമെന്ന് മാത്രമല്ല, കനത്ത പിഴയും ശിക്ഷയും ലഭിക്കും. കൂടാതെ ഇതിന് കാരണക്കാരായവർക്കെതിരെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് നിയമ നടപടികൾ സ്വീകരിക്കുകയും കേസ് കോടതിയിലെത്തിക്കുകയും ചെയ്യും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പങ്കുവെക്കുന്നത്. പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും വരുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ജൂൺ 19-ാം തീയതി അവതരിപ്പിക്കുന്ന ബജറ്റിനെ ആശ്രയിച്ചിരിക്കും ഈ മാസത്തെ പെൻഷൻ വിതരണം. പെൻഷൻ തുകയിൽ എന്തെങ്കിലും വർധനവ് ഉണ്ടാകുമോ, അത് എന്നു മുതൽ പ്രാബല്യത്തിൽ വരും എന്നതിലൊക്കെ ബജറ്റിൽ തീരുമാനമുണ്ടാകും. ഏതെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ വർദ്ധിപ്പിച്ച തുകയായിരിക്കും ഈ മാസം നമുക്ക് ലഭിക്കുക. അല്ലാത്ത പക്ഷം സാധാരണ ലഭിക്കാറുള്ള 2000 രൂപ തന്നെയാകും ഈ മാസവും കിട്ടുക. സാധാരണയായി മാസം 25-ാം തീയതിക്ക് ശേഷമാണ് പെൻഷൻ വിതരണം നടക്കാറുള്ളത്.
അതുപോലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതില്ല. മുൻപ് ഇത് നൽകാൻ വിട്ടുപോയ പഴയ പെൻഷൻ ഗുണഭോക്താക്കൾ മാത്രം നിലവിൽ സ്വന്തം പഞ്ചായത്തിൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതിയാകും. മുൻ സർക്കാരിന്റെ കണക്കനുസരിച്ച് 2 ലക്ഷത്തോളം പേർ ഇനിയും സർട്ടിഫിക്കറ്റ് നൽകാനുണ്ട്. 2025 ഡിസംബറിൽ ഇവരുടെ പെൻഷൻ കട്ടാവേണ്ടതായിരുന്നു. എങ്കിലും താൽക്കാലികമായി പുനഃസ്ഥാപിച്ചു നൽകുകയായിരുന്നു. ഇപ്പോൾ ഇളവുകളോടെ 2026 ജൂൺ മാസം 30 വരെ വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത ഗുണഭോക്താക്കളെ പഞ്ചായത്തിൽ നിന്നോ വാർഡ് മെമ്പർ വഴിയോ ഇതിനോടകം വിവരം അറിയിച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ളവർ ഒട്ടും വൈകിക്കാതെ എത്രയും വേഗം രേഖകൾ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാത്തപക്ഷം പെൻഷൻ പൂർണ്ണമായും കട്ടാവുന്നതാണ്. അടുത്തത് വാർഷിക മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മസ്റ്ററിംഗ് ആരംഭിച്ചോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എങ്കിലും നിലവിൽ വാർഷിക മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മിക്കവാറും ഈ മഴക്കാലം കഴിഞ്ഞ ശേഷമായിരിക്കും മസ്റ്ററിംഗ് നടപടികൾ തുടങ്ങുക. ആ സമയത്ത് കൃത്യമായ അറിയിപ്പ് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി പെൻഷൻ മസ്റ്ററിംഗ് നടക്കുന്നില്ല എന്ന കാര്യം ഗുണഭോക്താക്കൾ ഓർക്കുക. ഏറ്റവും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു. ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് എന്നാണ് ശ്രദ്ധേയം. ഇന്ന് ഞായറാഴ്ച പവന് 1,12,000 രൂപയിലും ഗ്രാമിന് 14,000 രൂപയിലുമാണ് വിപണിയിൽ വ്യാപാരം നടക്കുന്നത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. എല്ലാവരിലേക്കും വാർത്തകൾ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Please subscribe our channel.